നമുക്കിന്ന് ഓട്സിൻ്റെ ഒരു പുട്ടുണ്ടാക്കിയാലോ. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഓട്സ് എടുക്കുക. ഓട്സ് കുറച്ചൊരു മിക്സിയിലോട്ടിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് പൊടിയെടുത്ത് ഇതിൽ നിന്ന് മാറ്റി വെക്കണം. കുഴയ്ക്കാനുള്ളത് മാത്രം എടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനിയും വെള്ളം ചേർത്ത് നല്ലതായിട്ട് കുഴച്ചെടുക്കാം. ഇച്ചിരി സാധാരണ പുട്ട് കുഴയ്ക്കുന്നതല്ല, ഇച്ചിരിയേറെ വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴയ്ക്കാനായിട്ട്. കയ്യിലൊക്കെ ഒന്ന് പറ്റിപ്പിടിക്കുന്ന ആ ഒരു രീതിക്ക് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇത് അടച്ച് 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് ചെറിയ ചെറിയ പീസുകളായി മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ പൊടിച്ച സമയത്ത് നമുക്ക് മാറ്റി വെച്ചിരുന്ന കുറച്ച് പൊടിയുണ്ടല്ലോ, അതുകൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുക്കാം. ഇപ്പം വേണ്ട നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല തരിതരിയായിട്ടുള്ള പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പുട്ടുകുറ്റിയെടുത്ത് അതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പീര ഇട്ട് നമുക്ക് ആവിയിലത് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. എന്നും നമ്മൾ പാലൊഴിച്ചും വെള്ളം ഒഴിച്ചും കഞ്ഞിയായിട്ടൊക്കെ കുടിക്കുന്നത്. അപ്പം അത് മടുത്തോർക്ക് നമുക്കിങ്ങനെ ഓട്സ് പുട്ടാക്കി നമുക്ക് കഴിക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പുട്ട്.